ഇത് പിള്ളാർപ്പിടുത്തക്കാരനാണ്, സൂക്ഷിക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ എവിടെ കണ്ടാലും ഉടനെ പോലീസിനെ അറിയിക്കുക. പിള്ളാർപ്പിടുത്തക്കാരാണ്. കുറച്ചുപേര് രണ്ടാംകുറ്റി പുള്ളിക്കണക്ക് ഭാഗത്ത് കണ്ടെന്ന് പറഞ്ഞ്. യെസ്, ഇത് പിള്ളാർപ്പിടുത്തക്കാരനാണ്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു യുവാവിൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ അടങ്ങുന്ന ഒരു വാട്സപ്പ് സന്ദേശം ഇങ്ങനെ കുറച്ച് നാളായിട്ട് കിടന്ന് ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ട്? ഇത് റിയലാണോ? ഇത് റിയൽ അല്ല. ആ പറയുന്ന ആ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ നിരപരാധിയാണ്. കായംകുളത്തുകാരനായിട്ടുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, റിയാലിറ്റി പറഞ്ഞുകൊണ്ടുള്ള. അത് നമുക്ക് കാണാം. ഇത് സംബന്ധിച്ചിടത്തോളം വാട്സപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വെച്ചിട്ട് ഒരു ഇഷ്യൂ വെച്ചിട്ട് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആക്സിഡൻറ്റിൽ മരിച്ചു, അവരുടെ അവയവം ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത, ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ വർഷങ്ങളോളം വരാറുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പറയാറുണ്ടത് ഇത് ഒത്തിരി വന്നാണ്. അതുപോലെ വേറൊരു കുട്ടി അപൂർവ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതാണ്, കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് 10 വർഷമായിട്ടോ മറ്റോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല വാർത്തകളും ഫേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഫേക്ക് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ദയവ് ഇത് അറിഞ്ഞിട്ട് മാത്രം ഷെയർ ചെയ്യുക. ഈ ഫോട്ടോസിൽ വരുന്ന ഈ പേരുള്ള ഈ കുടുംബത്തിൽ താമസിക്കുന്ന ആ അഡ്രസ്സിൽ താമസിക്കുന്ന ആളുകൾ അവർ ജെനുവിനായിട്ടുള്ള വ്യക്തികളായിരിക്കും, അവർ തെറ്റിയാത്ത ആളുകളായിരിക്കും. അവർ ദയവ് ഇതിങ്ങനെ കൊണ്ടുവന്ന് അവർക്കും ഫാമിലി ഉള്ളതാണ്, കുടുംബമുള്ളതാണ്, കുട്ടികളുള്ളതാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പിള്ളാർപ്പിടുത്തക്കാരൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ യുവാവിൻ്റെ റിയൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് കണ്ടിട്ടും കേട്ടിട്ടും മാത്രം എന്തെങ്കിലും വാർത്ത എനിക്ക് കിട്ടുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക. പൂർണ്ണമായി ഉറപ്പ് വരുത്തിയിട്ടും കൃത്യമായ സോഴ്സ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വാർത്തകൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആ യുവാവിൻ്റെ ആ ഒരു വാർത്ത പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ആളാണെന്നും എന്നെ എവിടെ കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കണമെന്നും എന്നും പറഞ്ഞാൽ ഇതറിയാം. ഞാൻ മനസ്സാവാജ് അറിഞ്ഞ കാര്യമില്ല. ഞാൻ വീട്ടിൽ കിടന്ന് ഞാനാണ്. ഇതെന്താ സത്യാവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ല. ഞാൻ അങ്ങനെ ആരെയും സംശയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസ് കണ്ടുപിടിക്കട്ടെ. എനിക്ക് അങ്ങനെ ആരുമായിട്ടും ശത്രുതയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് 3 മക്കളുള്ളതാണ്. അവരും സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനോ എനിക്ക് പുറത്തിറങ്ങി ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇതെന്തോ സത്യാവസ്ഥയെന്ന് ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഉടനടി എന്തായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഇത് തിരിച്ചറിയുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ? ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ വണ്ടി നിർത്തി, ആൾക്കാർക്കൊക്കെ ഞാനിപ്പോൾ കുട്ടികളെ പിടിക്കുന്ന ആളായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോൾ അങ്ങനെ. എനിക്ക് അതുകൊണ്ട് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ ഇതിനകത്തൊന്നും നിരപരാധി, എനിക്ക് അറിയത്ത് പോലും ഇല്ല എന്തോ സംഭവം. എനിക്കും കുട്ടികളുള്ളതാണ്, അതാരും ചിന്തിക്കുന്നില്ല. ഇവർ കൈ കിട്ടുന്ന അങ്ങ് ഷെയർ ചെയ്യുക, അത് എൻ്റെ ഫോട്ടോ വെച്ച്. ജോലി എന്തായിരുന്നു? എനിക്ക് ജോലി, ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും. ഇപ്പം ഞാൻ ആക്രി കച്ചവടത്തിനാണ് പോകുന്നത്. ഓരോ വീടുകൾ കയറി ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്ന എൻ്റെ ജോലി. പിന്നെ മീൻ കച്ചവടത്തിന് എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. അപ്പോൾ ഞാൻ അന്ന് എന്തോ കിട്ടുന്ന അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും എനിക്ക് വെളിയിലോട്ട് കടയിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അവിടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരു 1000 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ എന്തോ മറുപടി കൊടുക്കും ഇതിന്. എനിക്ക് അറിയത്തില്ല എന്തോ സംഭവം. ഇത് പോലീസ് പറയുന്നത് എന്തായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ആ വഴിക്ക് വിട്ടേക്കുക. കായംകുളം സ്വദേശിയായിട്ടുള്ള അഫ്സൽ നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം പിള്ളാരപ്പിടുത്തക്കാരനാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടെന്ന് പറയുന്നു. പെയിൻറ്റ് പണിക്കാരനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആക്രി ഇറക്കി ജീവിക്കുന്നു. അതുപോലെ മീൻ കച്ചവടം കാര്യങ്ങളും കുടുംബം പുലർത്താനായിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഫേക്ക് വാർത്തകൾ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും പടച്ചു വിടരുത്. ഇനി ഒരു കാര്യം ഞാൻ പറയും, ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും ഇതേപോലെ ഫോട്ടോസ് വെച്ചിട്ട് വാർത്തകൾ വരാൻ വലിയ നിമിഷങ്ങളൊന്നും വേണ്ട. ഒരാൾക്ക് ചുമ്മാ ഒരിടത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു വീടിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഒരു വോയിസും ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഇവൻ അങ്ങനെയാണ് ഇവളങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും വേണമെങ്കിൽ വാർത്ത പടച്ചു വിടാം. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ സിറ്റുവേഷൻ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ അഫ്സലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എവിടെ കണ്ടു കഴിഞ്ഞാലും ഇതിൽ അവനല്ല. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ, സ്വന്തം സ്ഥലത്തൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം ഇത് ഫേക്ക് വാർത്തയാണ്, ഇത് ഇന്ന ആളാണ്, ഇയാളല്ല, കുറ്റക്കാരനല്ലെന്നറിയാം. പക്ഷേ ഇദ്ദേഹം പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്ത് ഉടനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിടും. എന്നിട്ട് പോലീസിൽ ഏൽപ്പിക്കും. ആ സമയത്ത് മാത്രമേ അറിയത്തുള്ളൂ ഇയാൾ നിരപരാധിയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ വാർത്ത മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇനി ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആരോപണങ്ങൾ വരരുത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഫോട്ടോ വെച്ചത് വൈറലാക്കും. ഇതുപോലെ തന്നെ പല 3 വേറെ യുവാക്കളുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലൊരു വോയിസ് ക്ലിപ്പ് വൈറലാവുന്നുണ്ട്. ഇങ്ങനെ ഈ വോയിസിൽ തന്നെ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ആ വോയിസ് ആരാണ് ഉണ്ടാക്കി വിടുന്നത് അവരെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഫോട്ടോ മാറ്റി കയറ്റി വിടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ഇൻറ്റൻഷൻ എടുത്ത് തന്നെ ഇന്ന ആളിനെ പണി കൊടുക്കണം എന്നുള്ള രീതി വിടുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. വെറും വൃത്തികെട്ട നികൃഷ്ടമായിട്ടുള്ള പരിപാടിയാണ്. നമുക്കെല്ലാവർക്കും ഫാമിലി ഉണ്ടെന്നും ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും ഫാമിലി ഉണ്ടെന്നുള്ള ബോധം വേണം. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഇദ്ദേഹം ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കുടുംബം നോക്കേണ്ടത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ച് വിട്ടാൽ അദ്ദേഹത്തെ ആരും ജോലിക്ക് വിളിക്കത്തില്ല.
അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരിടത്തും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പറഞ്ഞിട്ടില്ല, ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും പറ്റുന്നില്ല. സ്കൂളിലേക്ക് കുട്ടികൾ ചെല്ലുമ്പോൾ കുട്ടികളുടെ അടുത്ത് മറ്റുള്ളവർ ചോദിക്കും, നിങ്ങളുടെ പിതാവ് ഇങ്ങനല്ലേ, ഇന്ന ആളെ പറ്റിയിട്ടല്ലേ വീഡിയോ വന്നത്, വോയിസ് വന്നത്, ഫോട്ടോ വന്നത്, അപ്പോൾ അങ്ങനെയാണോ അവൻ, ഇങ്ങനെയാണോ അവൻ, അപ്പോൾ തെറ്റിദ്ധാരണ വരും. കുഞ്ഞുങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇഞ്ചു കുഞ്ഞുങ്ങളെ പോലും ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു മാനുഷിക പരിഗണന നിങ്ങളുള്ളവരോട് കാണിക്കുക. ദയവ് ചെയ്ത് ഇങ്ങനത്തെ വാർത്തകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി കായംകുളംകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നിരപരാധിയാണ്. ഈ വാർത്ത മാക്സിമം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയിക്കുക. ഇതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും മനഃപൂർവ്വം പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശിക്ഷ തക്കതായത് കിട്ടട്ടെ. പിന്നെ തയ്പ്പിച്ച് വെക്കണം നമ്മളെല്ലാവരും. ഇന്ന് ഇദ്ദേഹത്തിന് പറ്റിയെങ്കിൽ നാളെ നമ്മുടെയും എൻ്റെ നിങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ പിള്ളേരെപ്പിടുത്തക്കാരനാണെന്നോ ഇല്ലെങ്കിൽ ഇവൻ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് വാർത്തകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈ വോയിസിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഇത് മനഃപൂർവ്വം ചെയ്ത് വിടുന്നതാണെങ്കിൽ ആ വോയിസ് വെച്ചിട്ട് അവരെയും കൂടെ പിടിക്കാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ, ആ വോയിസ് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഒരു ഇൻഫർമേഷൻ പോലെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കാതിരിക്കാൻ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അതിൻ്റെ വിഷയം ഇറ്റ്സ് മെൽത്ത് ഓഫ് signing out.